Hello my dear learners, welcome back to Summary Spot. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറക് വാൾക്കോട്ട് എഴുതിയ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന പോമാണ്. സോ ഡെറക് വാൾക്കോട്ട് ഒരു വെസ്റ്റ് ഇന്ത്യൻ പോയറ്റും പ്ലേ റൈറ്റുമാണ്. സോ നൗ ഓത്തറിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ പോയത്തിലേക്ക് കിടക്കാം. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. ഇതിൻ്റെ ഒരു മേജർ തീം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റിയാണ്. ഓഥറിന് ഡെറക് വാൾക്കോട്ടിന് ഒരു സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്. ഗ്രാൻഡ് മദർ യൂറോപ്യനാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ്, ഗ്രാൻഡ് ഫാദർ ആഫ്രിക്കക്കാരനാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ കൂടെയോ യൂറോപ്യൻസിൻ്റെ കൂടെയോ ആഫ്രിക്കയുടെ കൂടെയോ ഒരാളുടെ പക്ഷത്ത് നിന്നിട്ട് ഡെറക് വാൾക്കോട്ടിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി, ഒരു ഐഡൻറ്റിറ്റി പ്രോബ്ലം. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടും അതുകൊണ്ടൊരു ഇഷ്ടമുണ്ട്, പക്ഷേ ആൻസെസ്ട്രൽ ലാൻഡ് ആഫ്രിക്കയോടും ഒരു സ്നേഹമുണ്ട്. ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. സോ ഗെറ്റിംഗ് ഇൻ ടു ദ പോം, the major theme that Derek Walcott discusses in A Far Cry from Africa is split identity, as evidenced by the ambivalence of the speaker who has connections to both Africa and England, written in the backdrop of Mau Mau Upspring. ഓക്കെ, മാവ് മാവ് അപ്സ്പ്രിങ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയ ബേസ്ഡ് ആയിട്ട് കെനിയയിലുണ്ടായ ഒരു ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. ഇറ്റ് വാസ് 1952 to 1960. During that period, in which the native Kenyans fought against the British colonial army in the mid-20th century. The poem captures a confused mind as both the British and Kenyans resort to violence in the struggle. കെനിയൻസും ബ്രിട്ടീഷുകാരും വയലൻസിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, the inability of the speaker to side with any side during the conflict is because of the gruesome nature of the upspring and the counter retaliation. അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി. സ്പീക്കർ ഈസ് നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് വിത്ത് എനി ഓഫ് ദം. In fact, it is the legacy of colonialism which has forced the speaker into this split psyche, forever divided by colonizer and colonized. Associated with this main theme are topics like anxiety, isolation, cruelty, violence, religion and love. അപ്പം കോളനൈസറും കോളനൈസ്ഡും ഇവർ തമ്മിലൊരു ഡിവിഷനാണ് അവിടെ. കോളനൈസറിനും ഈ ഡെറക് വാൾക്കോട്ടിൻ്റെ ഒരു ഭാഗമുണ്ട്. കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഡെറക് വാൾക്കോട്ടിൻ്റെ ആൾക്കാരാണെന്ന് പറയാം, ബിക്കോസ് ഹി ഹാവ് ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇംഗ്ലണ്ട് ആൻഡ് കെനിയ ഓർ ആഫ്രിക്ക. ഓക്കെ, സോ ദ അതർ ടോപ്പിക്സ് ആർ ആൻസൈറ്റി, ഐസൊലേഷൻ, ക്രൂവൽറ്റി, വയലൻസ്, റിലീജിയൻ ആൻഡ് ലവ്. ഓക്കെ, അപ്പോൾ ഈ തീംസൊക്കെ ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ലൈൻസ് ഓഫ് ദ പോം എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മാവ് മാവ് അപ്സ്പ്രിങ്ങിൻ്റെ ടൈമിൽ എഴുതിയൊരു പോമാണ്. ഓക്കെ, ആൻഡ് ദ സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി ഓഫ് ഡെറക് വാൾക്കോട്ട്, ഹിസ് ഇനബിലിറ്റി ടു സ്റ്റേ വിത്ത് എനി ടീം, വിത്ത് ഇംഗ്ലണ്ട് ഓർ ആഫ്രിക്ക. ഓക്കെ, സോ ബേസിക്കലി ഒരു 3 സ്റ്റാൻസ ആയിട്ടാണ് ഈ ഒരു പോം ഉള്ളത്. സോ വിൽ ഗോ ത്രൂ ദ ഫസ്റ്റ് സ്റ്റാൻസ. A wind is ruffling in the tawny pelt of Africa. Kikuyu, quick as flies. A wind is ruffling the tawny pelt of Africa എന്ന് പറഞ്ഞാൽ വിൻഡ് ഇങ്ങനെ റഫിൾ ചെയ്യാണ്, ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ പോവാണ്. ദ ടോണി പെൽറ്റ് എന്ന് പറയുന്നത് ബ്രൗണിഷ് ആയിട്ട് എന്നൊക്കെയാണ് ടോണിൻ്റെ മീനിങ്. പെൽറ്റ് മീൻസ് ഇങ്ങനെ എറിയാന്നൊക്കെ. അപ്പം വിൻഡ് ഇങ്ങനെ വല്ലാണ്ട് വയലൻ്റായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ ആഫ്രിക്കയിൽ. ഓക്കെ, ബിക്കോസ് ദർ ആർ പ്രോബ്ലംസ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കിക്കുയു എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കെനിയയിലെ ബിഗ്ഗസ്റ്റ് ട്രൈബാണ്. ഓക്കെ, കിക്കുയു, ക്വിക്ക് ആസ് ഫ്ലൈസ്, ബാറ്റൺ അപ്പോൺ ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ വെൽറ്റ്. അപ്പോൾ ഈ കിക്കുയു ട്രൈബ് ക്വിക്ക് ആസ് ഫ്ലൈസ്, പാറ്റുകളൊക്കെ ഫ്ലൈസിനൊക്കെ പോലെ ഇത്രയും പെട്ടെന്ന് ദേ ബാറ്റൺ അപ്പോൺ ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ വെൽറ്റ്. ബാറ്റൺ മീൻസ് അടിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ വെൽറ്റ്. വെൽറ്റ് മീൻസ് ഒരു ഓപ്പൺ ആയിട്ടുള്ള അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സ്പേസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീ ബ്യൂട്ടിഫുൾ സ്പേസിൽ
ദേ ബാറ്റൻ അപ്പോൺ ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സ്ട്രീം ഇങ്ങനെ നിറയുകയാണ്. ഓക്കെ, ഡെഡ് ബോഡീസ് നിറയുകയാണെന്ന് പറയാം. കോപ്സസ് ആർ സ്കാറ്റേർഡ് ത്രൂ എ പാരഡൈസ്. അപ്പോൾ അതൊരു പാരഡൈസിനോട് ഉപമിക്കാണ് വെൽറ്റിനെ. അവിടെ കോപ്സസ് എന്ന് പറഞ്ഞാൽ ശവങ്ങൾ അല്ലേ, ദേ ആർ സ്കാറ്റേർഡ്. അപ്പം ആ ഒരു ഭൂമി, ഒരു ഓപ്പൺ ലാൻഡ് മൊത്തം ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു. സോ ഈ ഒരു ലൈൻസിനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പെൽറ്റ്, വെൽറ്റ്, ഫ്ലൈസ്, ക്രൈസ്, അങ്ങനെ ഒരു റൈം സ്കീം വരുന്നുണ്ട്. ഓക്കെ, then only the warm colonel of carry on cries, waste no compassion on the separate dead. അപ്പം ആരും കരയുന്നില്ല, ഇത്ര പേരൊക്കെ മരിച്ചു കിടന്നിട്ടും ആരും കരയുന്നില്ല. ഹൂ ഈസ് ക്രൈങ്? ഓൺലി ദ warm colonel of carry on cries. ഓക്കെ, warm മാത്രം, പുഴുക്കൾ മാത്രം. ഓക്കെ, they are crying. carry on എന്ന് പറഞ്ഞാൽ ശവം, ഈ ശവത്തിലുള്ള പുഴുക്കൾ മാത്രം കരയുന്നുണ്ട്. വേസ്റ്റ് നോ കമ്പാഷൻ ഓൺ ദീസ് സെപ്പറേറ്റ് ഡെഡ്. അപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് മരിച്ചു കിടക്കുന്ന ഇവരോട് വേസ്റ്റ് നോ കമ്പാഷൻ, അവർക്ക് വേണ്ടി ഒരു അനുകമ്പയും നമുക്ക് തോന്നേണ്ടതില്ല. ഒരു കമ്പാഷനും വേസ്റ്റ് ചെയ്യണ്ട, അനുകമ്പ ഒന്നും വേസ്റ്റ് ചെയ്യണ്ട, ഒന്നും തോന്നേണ്ടതില്ല എന്ന് പറയുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റിഫൈ ആൻഡ് സ്കോളേഴ്സ് സീസ് ദ സാലിയൻസ് ഓഫ് കൊളോണിയൽ പോളിസി. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുക, സ്കോളേഴ്സൊക്കെ സ്കോളേഴ്സ്, വിവരമുള്ളവരൊക്കെ അവരൊക്കെ എന്ത് ചെയ്യുന്നത്? ദേ ആർ നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ദിസ് വാർ. ദ സാലിയൻസ് ഓഫ് കൊളോണിയൽ പോളിസി. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ് ടു ദ വൈറ്റ് ചൈൽഡ് ഹാക്ഡ് ഇൻ ബെഡ് ടു സാവേജസ് എക്സ്പെൻസിബിൾ ആസ് ജ്യൂസ്. അപ്പം ദ സാലിയൻസ് ഓഫ് കൊളോണിയൽ പോളിസി എന്ന് പറയുന്നത്, കൊളോണിയൽ പോളിസിയുടെ ശ്രദ്ധേയമായ കാര്യങ്ങളൊന്നും ആരും നോക്കുന്നില്ല. എല്ലാവരും അതിനെ ജസ്റ്റിഫൈ ആണ്, സ്കോളേഴ്സ് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. സോ വാട്ട് ഇസ് ദാറ്റ് ദ വൈറ്റ് ചൈൽഡ് ഹാക്ഡ് ഇൻ ബെഡ്. ഒരു ബെഡിൽ ഹാക്ക് ചെയ്തെടുക്കുന്ന, ബെഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വൈറ്റ് ചൈൽഡിന്, സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ നല്ല മെത്തയിലൊക്കെ കിടക്കുന്ന ഒരു വൈറ്റ് ചൈൽഡിന് അതിപ്പോൾ എന്താ? വാട്ട് ഇസ് ദാറ്റ്? അതൊന്നുമല്ല എന്ന് പറയാണ്. ടു സാവേജസ് എക്സ്പെൻസിബിൾ ആസ് ജ്യൂസ്. സാവേജ് എന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരല്ലേ, ഒരു കാട്ടാളന്മാർക്ക് എക്സ്പെൻഡബിൾസ് ആസ് ജ്യൂസ് ഒക്കെ അവർക്കൊക്കെ എന്താണ്? സോ വിൽ ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് ലൈൻസ്. ത്രഷ്ഡ് ഔട്ട് ബൈ ബീറ്റേഴ്സ് ദ ലോങ് റഷസ് ബ്രേക്ക്. ഇപ്പോൾ ഫുള്ള് നമുക്കൊരു വാർ അറ്റ്മോസ്ഫിയറാണ് ഈ പോം വായിക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ. ത്രഷ്ഡ് ഔട്ട് ബൈ ബീറ്റേഴ്സൊക്കെ ഇങ്ങനെ ത്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. ഓക്കെ, people are beating others. The long rushes break in a white dust of ibisses whose cries. അപ്പോൾ ഈ റഷസ് ഒക്കെ, ലോങ് റഷസ്, ഈ ഒരു വാർ, അതിനൊരു ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇൻ എ വൈറ്റ് ഡസ്റ്റ് ഓഫ് ഇബിസസ് ഹൂ ക്രൈസ്. അപ്പോൾ അവിടെ വൈറ്റ് ഡസ്റ്റ് ഉണ്ട്, ഓഫ് ഇബിസസ് ഹൂ ക്രൈസ്. ഇബിസസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് ബേർഡാണ്. അപ്പം ആ ബേർഡിൻ്റെ ഒരു വൈറ്റ് ഡസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബേർഡ് കരയുന്നുണ്ട് മീൻസ് ഓക്കെ, ഒരുപാട് ബേർഡ്സ് ഉണ്ട്, ഇബിസസ് ഉണ്ട്, അവർ ഡൈഡായി ആവാം, കരയുന്നുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഓക്കെ, have wheeled since civilization's dawn from the parched river or beast teeming plain. Okay, parched river means ഉണങ്ങിപ്പോയ റിവർ. ബീസ്റ്റ് ടീമിങ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, ടീമിങ് മീൻസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന. ഓക്കെ, അപ്പോൾ ബീസ്റ്റുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, ഉണങ്ങിപ്പോയ റിവർ, അതൊക്കെയാണ് അവിടെ ഉള്ളത്. ബീസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? മൃഗങ്ങൾ അല്ലേ, മൃഗങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്, മനുഷ്യന്മാർ മൃഗങ്ങളെ പോലെ ആവുകയാണ് എന്ന് പറയുകയാണ്. ദ വയലൻസ് ഓഫ് ബീസ്റ്റ് ഓൺ ബീസ്റ്റ് ഇസ് റെഡ്. ബീസ്റ്റിൽ തന്നെ, ആനിമൽസ് തമ്മിൽ വയലൻസ് ആണ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സിനെയാണ് പറയുന്നത്, ആനിമൽസിനേക്കാളും കഷ്ടമാണ് എന്നുള്ള രീതിയിൽ. ആസ് നാച്ചുറൽ ലോ ബട്ട് അപ്രൈറ്റ് മാൻ സീക്സ് ഹിസ് ഡിവൈനിറ്റി ബൈ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ. Delirious as these worried beasts, his war danced to the tightened carcass of a drum, while he calls courage still that native dread of the white peace contracted by the dead. Okay, as natural law, but upright man seeks divinity by inflicting pain. ഒരു നാച്ചുറൽ ലോ പോലെ എന്താണ് അപ്രൈറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു നേരുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ.
He seeks divinity by inflicting pain. പെയിന് സ്വന്തം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പെയിൻ ഉണ്ടാക്കിക്കൊണ്ട് അയാളുടെ ഒരു ഡിവൈനിറ്റിയിലേക്ക് പോകും. Delirious as this worried beast, his vast dance to the tightened sarcasm of a drum എന്ന് പറയുന്നത്. ഡെലിറിയസ് മീൻസ് ഒരു റെസ്റ്റ്ലെസ് മൈൻഡിനൊക്കെയാണ് ഡെലിറിയസ് എന്ന് പറയാം. ഒരു റെസ്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യും, എങ്ങനെ യുദ്ധം ചെയ്യും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മൈൻഡ്. ഓക്കെ, ഡെലിറിയസ് ആസ് ദീസ് വെറീഡ് ബീസ്റ്റ്. അപ്പം ഈ വെറീഡായി നടക്കുന്ന മൃഗങ്ങൾ ഈ ബീസ്റ്റുകളെ പോലെ ഡെലിറിയസ് ആണ്. അവർ ഡെലിറിയസ് ആണ്. മനുഷ്യന്മാരെ, ഹ്യൂമൻ ബീങ്സിനെ വാറിൽ എൻഗേജ് ചെയ്യുന്നവരാണ് പറയുന്നത്. ഓക്കെ, ഹിസ് വാസ് ഡാൻസ് ടു ദ ടൈറ്റൻഡ് കർക്കാസം ഓഫ് എ ഡ്രം. ഈ വാറ് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്തിനോട്? ടൈറ്റൻഡ് കർക്കാസ് ഓഫ് എ ഡ്രം. കർക്കാസ് ഓഫ് എ ഡ്രം എന്ന് പറഞ്ഞാൽ ഈ ഡ്രമ്മിൻ്റെ വാറുണ്ടാവുമ്പം ഡ്രമ്മിൻ്റെ സൗണ്ട് ഉണ്ടാവും, അതിനോട് കണക്ട് ചെയ്യാം. പിന്നെ ഈ ഡ്രമ്മിൻ്റെ സ്കിന്നൊക്കെ ആനിമൽസിനെ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിങ്ങനെ മുട്ടുമ്പം അതിൻ്റെ ആ ഒരു സൗണ്ടിനോട് ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻ ബീങ്സിനെ പക്ക ആനിമൽസിനായിട്ട് കണക്ട് ചെയ്യുകയാണ് ഈ ഒരു പാരഗ്രാഫിൽ. ഓക്കെ, വൈൽ ഹി കോൾസ് കറേജ് സ്റ്റിൽ ദാറ്റ് നേറ്റീവ് ഡ്രെഡ് ഓഫ് ദ വൈറ്റ് പീസ് കോൺട്രാക്റ്റഡ് ബൈ ദ ഡെഡ്. ഡാൻസ് ടു ദ ടൈറ്റൻഡ് കർക്കാസ് ഓഫ് എ ഡ്രം. കർക്കാസ് മീൻസ് ഒരു ആനിമലിൻ്റെ ഡെഡ് ബോഡിയാണ്. ഓക്കെ, ആനിമലിൻ്റെ ഡെഡ് ബോഡിയിൽ നിന്നാണ് ഡ്രമ്മിൻ്റെ അടിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാക്കുന്നത്. വൈൽ ഹി കോൾസ് കറേജ് സ്റ്റിൽ ദാറ്റ് നേറ്റീവ് ഡ്രെഡ്. ഓക്കെ, അപ്പം നേറ്റീവ്സ് ഇപ്പോഴും അതിന് കറേജ് എന്ന് വിളിക്കും. ബട്ട് ആക്ച്വലി നേറ്റീവ് ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഡ്രെഡ് മീൻസ് പേടി, പക്ഷേ ആക്ച്വലി അവിടെ പേടിയുണ്ട്. ഓഫ് ദ വൈറ്റ് പീസ് കോൺട്രാക്റ്റഡ് ബൈ ദ ഡെഡ്. ആ വൈറ്റ് പീപ്പിളിനെതിരെ. ഓക്കെ, that white peace contracted by dead. Now we'll go through next stanza. Again brutish necessity wipes its hands upon the napkin of a dirty cause. Again a waste of her compassion as with Spain, the gorilla restless with the superman. I who am poisoned with the blood of both, where shall I turn, divided to the vein? I who have cursed the drunken officer of British rule, how choose between Africa and England tongue I love? Betray them both or give back what they give. How can I face much slaughter and be cool? How can I turn from Africa and live? Okay, so ഈ ഒരു ലൈൻസിൽ നമുക്ക് ഓതറിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി വളരെ വ്യക്തമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ആ ഒരു വാറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, കിക്കുയു ട്രൈബിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നമുക്കിങ്ങനെ കാണിച്ചു തരാണ്. സെക്കൻഡ് സ്റ്റാൻസ ഫുള്ള് ആനിമൽസിനായിട്ട് കമ്പയർ ചെയ്യുകയാണ് മനുഷ്യരെ. ദെൻ തേർഡ് സ്റ്റാൻസ വന്നപ്പം ദ സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി ഓഫ് ഡെറക് വാൾക്കോട്ട് ഇസ് വെരി ക്ലിയർ. എഗെയിൻ ബ്രൂട്ടിഷ് നെസസിറ്റി വൈപ്സ് ഇറ്റ്സ് ഹാൻഡ്സ്. ഇപ്പോൾ ബ്രൂട്ടിഷ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ദേ ആർ വൈപ്പിംഗ് ഇറ്റ്സ് ഹാൻഡ്സ്. അവരുടെ ഒരു റീസൺ അവർ പറയും. ഓക്കെ, that is a necessity, like a necessity for those brutish people. Upon the napkin of a dirty cause again. അവർക്കൊരു ഡേർട്ടി കോസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട് അവർക്ക് പറയാൻ, ഒരു കാരണമുണ്ട്. A waste of our compassion as with Spain, the gorilla wrestles with the superman. ഇപ്പോൾ ഗോറില്ല ഗുസ്തി പിടിക്കണം ആരോട്? സൂപ്പർമാനായിട്ട് എന്ന്. ഓക്കെ, I who am poisoned with the blood of both, where shall I turn, divided to the vein? അപ്പം അദ്ദേഹത്തിൻ്റെ വെയിനിൽ, ഡെറക് വാൾക്കോട്ടിൻ്റെ വെയിനിൽ ഇറ്റ് ഇസ് പോയ്സൺ വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്. രണ്ട് ടീമിൻ്റെയും, ആഫ്രിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ബ്ലഡ് കൊണ്ട് അത് പോയ്സൺഡ് ആണ്. ഓക്കെ, അപ്പം ഇത് ബ്ലഡ് വെയിൻസിലൂടെ, ഞരമ്പിലൂടെ രണ്ട് ബ്ലഡ് ഓടുന്നുണ്ട്. ആൻസസ്റ്റേഴ്സ് രണ്ട് സ്ഥലത്തുനിന്നും ഉണ്ട്. അപ്പം എങ്ങനെയാണ്, ആരുടെ കൂടെ നിൽക്കും എന്ന് പറയാണ്. ഐ ഹു ഹാവ് കേഴ്സ്ഡ്. അപ്പോൾ അതൊരു കേഴ്സായ പോലെ, ഒരു കേഴ്സ്ഡായ ഒരാളെ പോലെ തോന്നുവാണ്. ഓക്കെ, the drunken officer of British rule, how choose between Africa and English tongue I love. അപ്പോൾ ആഫ്രിക്ക, ഇംഗ്ലീഷ്, ഈ രണ്ട് ലാംഗ്വേജിനോടും, ആഫ്രിക്കൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും രണ്ട് ലാംഗ്വേജിനോടും ഇഷ്ടമാണ് ഡെറക് വാൾക്കോട്ടിന്. ഓക്കെ, ആസ് his ancestors are from both of these places. Betray them both or give back what they give. അവർ രണ്ടുപേരെ ഒഴിവാക്കണോ അല്ലെങ്കിൽ അവർ തന്നത് തിരിച്ചു കൊടുക്കണോ? ഹൗ ക്യാൻ ഐ ഫേസ് മച്ച് സ്ലോട്ടർ ആൻഡ് ബി കൂൾ. ഇത്രയും ഒരു
നരഹത്യ സ്ലോട്ടറൊക്കെ കണ്ട് എങ്ങനെയാണ് ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറയാണ്, കൂളായിട്ടിരിക്കുക എന്ന് പറയാണ് അല്ലേ. ഹൗ ക്യാൻ ഐ ടേൺ ഫ്രം ആഫ്രിക്ക ആൻഡ് ലിവ്? ഇനി ആഫ്രിക്കയെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന്. ആഫ്രിക്കയുടെ സിറ്റുവേഷൻ കണ്ടിട്ടൊരു വേദനയും ഡെറക് വാൾക്കോട്ടിൻ്റെ മൈൻഡിലുണ്ട്. ബട്ട് ഹീസ് നോട്ട് ഏബിൾ ടു സ്റ്റേ വിത്ത് ആഫ്രിക്ക ഓർ സ്റ്റേ വിത്ത് ദ സൈഡ് ഓഫ് ഇംഗ്ലണ്ട്. ഇവിടെ ദ ഗൊറില്ല റിസൾട്ട്സ് വിത്ത് സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ അവിടെ സൂപ്പർമാൻ എന്നുദ്ദേശിക്കുന്നത് വെസ്റ്റേൺ സിവിലൈസേഷനെയാണ്, പ്ലസ് ഗൊറില്ല എന്നുദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ സിവിലൈസേഷനെയാണ്. ഓക്കെ, അപ്പോൾ ആഫ്രിക്കക്കാരും ഗൊറില്ലക്കാരും അവർ യുദ്ധം ചെയ്യാണ്, ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ദ സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി ഓഫ് ദ ഓഥർ ഇസ് സീൻ ത്രൂ these lines and his love of English language and his love for his ancestral land, Africa. Okay, so this is the summary of this poem, A Far Cry from Africa by Derek Walcott. Okay, so that's all about this poem. Thank you.